അപ്പൊ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ കൂട്ടുകാരുടെ ടിക്ടോക്ക് വീഡിയോസ്, സ്വന്തം കൂട്ടുകാരന്മാരെ ടിക്ടോക്ക് വീഡിയോസ് അവരാധം. പഴയ വീഡിയോസ്. അതെ, പഴയ ടിക്ടോക്സ്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമ്മുടെ കൂട്ടുകാരനായ പൊന്നുംകൂടം അഭിൻ. അഭിനന്ദ് പൊട്ടറ്റ് കട്ട് പെട്ടെന്ന് അഭിരാം എന്നാണ് എനിക്ക് വായിച്ചത്. അവരാതിരത്തില്ല. സുന മാത്രമേ എനിക്ക് ഓർമ്മ പറഞ്ഞു. എന്ത് പറ്റിയെന്ന് എണ്ണയുടെ എത്ര ഇഷ്ടം അതാണ് എന്നെ അത് വേറെ രാമൻകുട്ടി അച്ചാർ സത്യം പറടാ, നിങ്ങൾ തമ്മിൽ ലവല്ലേ? അതെങ്ങനെ മനസ്സിലായി? ലവല്ലെന്ന് പറയുമ്പോൾ ആ ഒരു എക്സ്പ്രഷൻ കണ്ട അപ്പോഴേ അവൻ ഒരു അഭിനയ കൊലപതി. അല്ല കൊലപതി തന്നെ. കൊല അപരാധി എന്ന് പറയാത്ത ഭാഗ്യം. പക്ഷെ കൊല അപരാധി ആയിട്ടുണ്ട്. വന്നോന്നറിയാൻ പട്ടിക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. ഓ കലണ്ടർ നോക്കണ്ടൊക്കെ നീ പറയൂ. പട്ടി കലണ്ടർ കൂടെ. ഓ സിനിമയുടെ മതി, കഴിഞ്ഞ ബാക്കി പെട്ടെന്ന് തീർന്നു നോക്കിയാൽ അത് മതി. പൊളി തന്നെ. അടുത്ത് തള്ള ഇത് ആരടാ ഇത്? ഇത് അവനാണ്. മൊത്തം ഇടാം. ഓ, എനിക്ക് തോന്നണ ഇവന്റെ ഫേസ് കണ്ടിട്ടായിരിക്കും സുരാജ് ആ സിനിമയിൽ അഭിനയിച്ചത്. നിനക്ക് ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ആ വരയും കൂടെ ഉണ്ടെങ്കിൽ കറക്റ്റ്. ഇത് കക്കൂസി പോയതാണ്, പോവാൻ വേണ്ടി ഇരുന്നതാണ്. ഇത് ഒന്നും അറിയാത്ത കക്കൂസി ചെന്നിട്ട് എടുത്തതാണ്. കണ്ട മുക്കല് കണ്ട. കഷ്ടം. എന്തൊരു പാവം ചെറുക്കനായിരുന്നു. ഇത് തൂർ തിന്നതിന് ശേഷം അപ്പോഴത്തെ ട്രിക്സ് ആയിരിക്കും ഒളിയാ. കക്കൂസി പോകുമ്പോഴേ പോവാൻ വേണ്ടിട്ട് ഈ ടിക്ടോക്ക് ആയിരിക്കും അവൻ ചെയ്യണത്. ചെയ്യുമ്പോ അവന് മനസ്സമാനമായിട്ട് കക്കൂസി പോവായിരിക്കും. ബാക്കിയുള്ളവരെ മനസ്സമാധാനവും ബാക്കിയുള്ളവരെ മനസ്സമാധാനം. ഈ നമ്മളുടെ എക്കാലത്തെയും റൊമാൻറ്റിക് കിങ് ആയ അതെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ശരൺ സുരേഷ്. ശരൺ സുരേഷ്. ടോപ്പി ഏതാണ്? ടോപ്പി ഇതാരി? അവൻ തന്നെ ഇത്. ഓൾഡ് ഹെയർ സ്റ്റൈല്, ഓൾഡ് ക്യൂട്ടിനൊക്കെ ഇങ്ങനെ നിനക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? ആ താടി പഠിച്ചു കഴിഞ്ഞാ അപ്പുറത്തേക്ക് പെങ്കൊച്ചല്ലേ അത്? ആ കണ്ണാടി എടുത്ത് ആ താടിയും പഠിച്ചു കഴിഞ്ഞാ അപ്പുറത്തെ ഇരിക്കണ പെങ്കൊച്ചല്ലേ? അല്ലേ, രണ്ടും ഒന്നാണ്. ഇനി എന്തിനു ഭർത്താനോട് കൂട്ടുകാരല്ലേടാ? കൂട്ടുകാരാണ് ഇത്രയും പറഞ്ഞത്, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു. നീ തന്നെ നോക്ക. കണ്ണാടി നമ്മളെടുത്ത് മാറ്റി, താടി മാറ്റി. തടിയേ ഉള്ളു, മീശയില്ല. ഒരു പരസ്യമായി പോയത് എനിക്ക് അമ്പു വിഷയം പോടിയത്. ആ താടിയും കൂടെ എടുത്താൽ കുറച്ച് പൈസ ഉണ്ടാക്കാം. കൂട്ടുകാരനെ തന്നെയാണ് ഈ പറയണത്. നീ ഇല്ല പറഞ്ഞത്. ഞാൻ പെട്ടെന്നൊരു ഫ്ലോയിലങ്ങ് വന്നപ്പോ പറഞ്ഞതാണ്. മനസ്സിലായി. അടുത്ത വീഡിയോ. ഇത് പണ്ട് ജിമ്മിൽ പൊക്കോണ്ടിരുന്നപ്പോ ഞാനും ഉണ്ടാകും. ഞാനാണ് വീഡിയോ എടുത്തു. അവിടത്തെ ആ ഒരു കുറച്ച് ഒരു 10 സെക്കൻഡ് ഒരു ഡിലേ ഉണ്ടായിരുന്നു. അത് സംഭവം തോർത്ത് പോയില്ലല്ലേ? എന്നിട്ട് ഇട്ടിരിക്കുന്നേ. പിന്നെ ആ കാലത്ത് നമ്മളെ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഭയങ്കര തരംഗമായോണ്ട് പറ്റി. എന്തുകൊണ്ട് ഇങ്ങനെ അവരാ കാണിക്കാമോ? ഇത് ജിമ്മിൽ വെറുതെ ഇരുന്നപ്പോ കാണിച്ചാലേ അതിനൊരു വീഡിയോ ആയിട്ട് എടുത്തത്. സമ്മതിക്കണം. അടുത്ത വീഡിയോ. അതെന്തര് അതിട്ടാണ് അപ്പുറത്തിരിക്കണ അഴുക്ക. അവൻ ആരുടേത്? നല്ല മോഹപരിചയം. അത് ഞാനല്ല. ഇതായത് നീ ഉണ്ടായിരുന്നല്ലടാ. എന്തിനാണ് നിന്റെ ഇവിടെ വന്നിരുന്ന അവന്മാരെ അവരാധിക്കുന്നത്? അതിൽ നോക്കിയാണ് നീ. എന്റെ മോഹമായിട്ട് എന്തെങ്കിലും സാമ്യമുണ്ട്? അയ്യോ, മുടി ഇല്ല, മുടി ഉണ്ട്. ഇടത് അണ്ണന്റെ അഭിനയം കാണിച്ചു. മാസ് ഈ കൂട്ടുകാരൊക്കെ വിളിച്ചു കഴിഞ്ഞാല് നമ്മൾ ഇത്തിരി ഹെൽപ്പിനൊക്കെ പോവേ. മനസ്സിലായ? ആ സമയത്ത് എനിക്ക് ടിക്ടോക്ക് ഒന്നും ഇല്ല. അതുകൊണ്ട് അവന്റെ എല്ലാ വീഡിയോയിലും നീ പോയി അഭിനയിക്കണോ?
വേറെ അതുകൊണ്ട് നീ ഉള്ളത് ഇല്ലടാ ഇത്രേ ഉള്ളൂ. അങ്ങനെ വരാൻ വഴിയില്ലേ? ആ അത് ഇട്. ആയിരിക്കണ ആരടാ ബീഫ് നീ ഒരു വീഡിയോ എടുത്തല്ലേടാ? അല്ല ഇത് ഇത് അത് നിന്റെ അപ്പൂപ്പനാ? അല്ല ഇത് പെട്ടെന്ന് എടുത്ത് കളിയാൻ. ഇത് ആ. പെട്ടെന്ന് എടുത്തത്. ഉം. അത് വേറെ ഡ്രസ്, ഇത് വേറെ ഡ്രസ്, വേറെ വീട്. ഉം. ഡെയിലി ഇത് തന്നെ ഇരുന്ന പരിപാടി. ടിക്ടോക്ക് എനിക്ക് അക്കൗണ്ട് ഉണ്ട്. എന്റെ അക്കൗണ്ട് നീ കാണിക്കാം. എനിക്ക് അക്കൗണ്ട് എന്തിനീ അവന്റെ ഇതാണ്ടിരുന്ന് ചെയ്യണം. വീഡിയോ പ്രൂഫ് തകതല്ലേ വന്നേക്കണം. എക്സ്പ്രഷൻ നോക്കുന്നേ. നോക്കട്ടെ. അതെ 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 നമ്മുടെ പെമ്പച്ച് പുട്ടും കടലയും കഴിക്കുക. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും. ഒന്ന് പോ സാവുച്ചായ. അനമേ ആ വിളിയിലുണ്ട്, അവ അഭിനയിക്കുന്നു. മതിയായി. ഇനി ഇവന്മാരെ ഒരു വീഡിയോ റിയാക്ട് ചെയ്യണ പരിപാടി. അപ്പൊ ഗൈസ് ഇന്നത്തേക്ക് നമ്മൾ പരിപാടി വെച്ച് കെട്ടുകയാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ ബൈ. മച്ചി. വെള്ളം വല്ലതും വേണോട്?